പോകുന്നത് ഒരു സംഭവ ഏരിയക്കാണ്. ആരെല്ലുണ്ടോ? ഹലോ, എന്താ ഇത്? വെറും ഇറച്ചിയാണ്. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ വണ്ടിയൊക്കെ ഉണ്ട് ബാക്കിൽ. ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പുഴക്കരയിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു മല, ഒരു പുഴ അങ്ങനെ പിടിക്കാനാണ് ഇപ്പോൾ കരുതുന്നത്. ഇതിലും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ ഒരു കഴുങ്ങിൻ്റെ തോട്ടത്തിലാണ്. ഇവിടെ നമ്മളുടെ വണ്ടിയുണ്ട്. വണ്ടിയിൽ നമ്മളുടെ ബാഗ്, സാധാരണ ഞാൻ ക്യാമ്പിങ്ങിന് വരുമ്പോൾ ഓട്ടോറിക്ഷ കൊണ്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഇത് നമ്മുടെ വെള്ളം, ഗ്രില്ല്, അതുപോലെ തന്നെ നമ്മുടെ ബാഗ്, നമ്മുടെ ടെൻറ്റ്, ഇത്ര സാധനങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ഇവിടെ അങ്ങനെ ചെറിയൊരു വീടുണ്ട്. വീടല്ല സത്യത്തിൽ, വീട് തന്നെ, പക്ഷേങ്കിൽ വീടായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇവിടെ നമ്മളുടെ ഈ ഒരു തോട്ടത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം. കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമുക്ക് പുഴയിലേക്ക് പോകാൻ. അതിലെ വണ്ടി പോവും വേണമെങ്കിൽ, പക്ഷേങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തിയിട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ധാരാളമായിട്ട് മാങ്ങ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ടല്ല ക്യാമ്പ് ചെയ്യുന്നത്. നമ്മളുടെ ക്യാമ്പിംഗ് വീഡിയോ ഇതിൻ്റെ മുമ്പും കണ്ടവർക്കറിയാം, നമ്മൾ ആദ്യമായിട്ടല്ല ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ 1-2 പ്രാവശ്യം ഇവിടെ ക്യാമ്പ് ചെയ്തതാണ്. ഇത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരണം എന്ന്, ഞാൻ ഈ ഒരു ഇപ്പോഴത്തെ ഈ ടൈമിൽ വരണം എന്ന് കരുതിയതേ അല്ല. പക്ഷേ ഇതിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് തുടങ്ങി, നിങ്ങൾ അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഇവിടെ പിന്നെ നമുക്ക് വല്ലാതെ പേടിക്കൊന്നും വേണ്ട. പക്ഷേങ്കിൽ പേടിക്കുന്ന സംഭവം അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കിടന്നുറങ്ങിയതാ ഇവിടെ ആയിരുന്നു. അന്ന് നമ്മളെ വണ്ടി നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്, മനസ്സിലായോ? ഇന്നും വേണമെങ്കിൽ അത് ഈ ഓട്ടോറിക്ഷ ആയിരുന്നില്ല, അന്ന് നമ്മുടെ കയ്യിൽ ഒമിനി ആയിരുന്നു. ഒമിനിയായിട്ട് പിന്നെ ഞാൻ മാത്രമായിരുന്നില്ല, എൻ്റെ കൂടെ കുക്കുണ്ടായിരുന്നു. ഞാൻ 2 പേരായിരുന്നു അന്നിവിടെ നിന്നത്. വേറെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, എൻ്റെ നല്ലവരായ എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കൾ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ ഒരു സ്ഥലത്തെ കാണിച്ചു കൊടുക്കരുത് ദയവ് ചെയ്ത്. മറ്റേ സ്റ്റാൻഡ് പൊട്ടിയിട്ട് ഞാൻ പുതിയ സ്റ്റാൻഡ് വാങ്ങിക്കണം. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ആ ക്വാളിറ്റി ഒക്കെ വളരെ കുറവാണ്. ഇതിങ്ങനെ എന്താ പറയുക, ചൂണ്ടയിക്കിടാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വളയുന്ന ടൈപ്പാ, ഒരുപാട് ലെങ്തി ആക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറെ പ്രത്യേകത ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, ഇതാണിപ്പോൾ നമ്മളുടെ സ്ഥലം. നമുക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ ഇവിടെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു സ്ഥലം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടപ്പണിക്കാർ നടന്നിട്ടുള്ള വഴിയാണ് അതൊക്കെ. അപ്പോൾ ഇവിടെ ചെറിയൊരു പാറയുണ്ട്, ഇതിൽ വൈക്കല്ലാതെ ഇറങ്ങണം. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ പേടിക്കേണ്ട മറ്റൊരു വിഷയമാണ് പാമ്പുകൾ. ധാരാളമായിട്ടുണ്ട് പാമ്പുകൾ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. വാവ്, ഇതാ മക്കളെ, ഒരു അനാക്കൊണ്ട ഫീലാണുള്ളടേ. ബാഗ് ഒന്ന് കഴിച്ചു വെക്കാം. തുടക്കത്തെ പരിപാടി അത് തന്നെ ആയിക്കോട്ടെ. നടക്കട്ടെ. അടിപൊളി. അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട്. അക്കരെ കാണുന്നത് ഫോറസ്റ്റ് ആട്ടാ, ഒറിജിനൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് തന്നെ. അതിൽ വലിയ മൃഗങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം തിരക്കില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ കണ്ടൊരു കാഴ്ചയാണത്. അത് കോയിനെ ഇനി വേറെ ഏതെങ്കിലും മൃഗം വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണോ, അതോ ആരെങ്കിലും ഇവിടെ വന്ന് കുക്കിംഗ് പരിപാടി നോക്കിയതാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം കണ്ടത്, വെള്ളം വളരെയധികം കുറവാണ്. അപ്പോൾ അവിടെ നടുക്കൊരു പാറയുണ്ട്. ആ പാറകൾ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. വേറൊന്നുമല്ല, ഇവിടെ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഇത് കെട്ടിക്കിടക്കുന്നത് പോലെയാണ് ഈ വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ ഇവിടെ മലമ്പാമ്പുണ്ട്. അപ്പോൾ ഈ മലമ്പാമ്പുകളൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഇര പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്ന നേരത്തേക്കാരം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടിയില്ല. പിന്നെ ഇവിടെയുള്ള ഈ ഒരു സംഭവം പിന്നെ കാണിച്ചു തരാൻ നേരത്തെ, ഈ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അത് നമ്മൾ വന്നിരുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് പ്രൈവറ്റ് ഏരിയകളാണ്, ഫുള്ളായിട്ടല്ല, കുറച്ച് മേലെ വരെ. ബാക്കി ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഇതിലുള്ള മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലത്തെ പന്നി, മുള്ളം പന്നി, അതുപോലെ തന്നെ ഒരുപാട് പക്ഷി ഇനങ്ങളുണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മളിവിടെ വംശനാശമൊക്കെ നേരിടുന്ന പല ഇനം പക്ഷികളും ഇവിടെ ഉണ്ട്. നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ ചില പക്ഷികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും പറ്റും. നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള പക്ഷികൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചൂണ്ടയിട്ട് നോക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഉണ്ട് ഇലയൊക്കെ ചാടി കിടക്കുന്നത്. എൻ്റെ മക്കളെ, ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ എങ്കിൽ ഇവിടേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല, ഇത്രയും വെള്ളം ഉണ്ടാവും. അവിടെ നിന്ന് നോക്കൽ മാത്രമേ നടക്കുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചാടണം. പിന്നെ കൊള്ളാട്ടാ.
പിന്നെ ഈ ഒരു പാറിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഇതൊന്നും നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ വേണ്ടി കഴിയില്ല. നല്ലൊരു നിറഞ്ഞ സ്ഥലം ഇല്ല ഇതിന്. ഇതും തന്നെ കുതിരപ്പുഴ തന്നെ കേട്ടോ. അതായത് ഇതിലേക്ക് കോട്ടപ്പുഴയും കൂടി വന്ന് ജോയിൻ്റ് ആവുന്നുണ്ട് മേലെ. അതെല്ലാം നമുക്ക് ചൂണ്ടലോട് വെക്കാലോ. അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, നേരെ ചാലിയാറിലേക്ക് പോകുന്നു. ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ്, ഒരു കൈവരിയാണ്. ഓക്കെ, എല്ലാ സംശയം തീർന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആരലുകൾ കിട്ടുമോക്കാം. ഞാൻ ആരൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നോക്കുന്നത്, വലിയ മീനുകളെ പിടിക്കാനല്ല. വലിയ മീൻ പറഞ്ഞാൽ ആരൽ വലിയ മീൻ തന്നെയുടെ നല്ല ഭംഗിയില്ല കാണാൻ അങ്ങോട്ടേക്ക്. അവിടെ ഇഷ്ടം പോലെ മീനാടെ അവിടെ. ശരി, നമ്മൾ ഈ ഒരു പുഴയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് തന്നെ മീൻ പിടിച്ച നേരത്ത് മീൻ അധികം കിട്ടിയിരുന്നില്ല. നമുക്ക് മീൻ വല്ല കൊത്തൂല ചൂണ്ടയിൽ. പിന്നെ വല വെച്ച് പിടിക്കണം. വല വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല എടുത്തില്ല, വല ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒറ്റയ്ക്കല്ല, അപ്പോൾ പിന്നെ വെറുതെ വെള്ളത്തേക്ക് ഇറങ്ങിയ സീന കണ്ട. ഈ കാണുന്ന ഒരു കുണ്ടുണ്ടല്ലോ, ഈ ഒരു കുണ്ടിൽ ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പുറം ഭാഗത്തുനിന്ന് നല്ല കുരങ്ങന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുരങ്ങച്ചന്മാർ. ഞാൻ ബാഗ് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി ടൂൾസൊക്കെ വണ്ടിയിൽ തന്നെയാണ്. ഓക്കെ, സിബ് തുറന്നിട്ടുണ്ടല്ലേ, ഇതിലേക്ക് വല്ല പാമ്പും കയറിയാലേ പിന്നെ അതിൽ കജ്ജിട്ട് കഴിഞ്ഞാൽ അതും പണിയാവും. ഒരു ചൂണ്ട ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ചൂണ്ടയ്ക്ക് നമ്മളിതിന് മുമ്പ് പുഴയിലിട്ടപ്പോൾ നമ്മുടെ ചൂണ്ട പൊട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൊക്ക ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ ഒറ്റ കൊക്ക ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കൊക്ക വെച്ച് ചൂണ്ടൽ ഉണ്ടാക്കി അതിൽ വെയിറ്റ് വെക്കാൻ ഈയും ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഒരു ചെറിയൊരു നെറ്റ് ഇട്ട് കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ ചൂണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കാം, ക്യാഹൂ ക്യാഹൂ പറഞ്ഞിട്ട്. കുരങ്ങാണാവോ ഇനി വേറെ എന്തെങ്കിലും ആണാവോ? നമ്മുടെ നല്ല പക്ഷികൾ വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ചൂണ്ട അവിടെ ഇട്ടിട്ടുണ്ട്. കൊത്തുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് കൊത്തി കിട്ടി ഞാൻ അവനെ കയറ്റു കേട്ടോ. നമുക്കൊന്ന് പൊന്തിച്ച് നോക്കാം. നമ്മളെ പുയർക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചോണോ? ഒരു അപകടം സംഭവിച്ചില്ല. ആരിലാണ് നമ്മുടെ ലക്ഷ്യം? ഇവിടെ വലിയ ഗ്യാപ്പില്ല അല്ലേ, വലിയ ഗ്യാപ്പില്ല. വേറെ സ്ഥലം മാറ്റട്ടെ. സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളപ്പോൾ കാര്യമായിട്ടുള്ളൊരു കുണ്ട് അറിയണം. വേഴാമ്പലാണോ കരയുന്നത്? വേഴാമ്പൽ. അവിടെ നിന്നാണ് ഒന്ന് കരയണേ, ഒന്ന് നേരെ പറന്നു. എനിക്ക് തോന്നുന്നു വേഴാമ്പലാണെന്ന്. പക്ഷെ കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുമല്ലേ? അതെടാ വേഴാമ്പലാണ്. ഓ, അപ്പുറത്തെ ആ മരത്തുമ്മയ്ക്ക് പോയി. പക്ഷേ എങ്കിൽ എനിക്കെന്നെ ശരിക്കും കാണില്ല കേട്ടോ. അപ്പം നിങ്ങളെ തന്നെ ശരിക്കും കാണിക്കാനൊന്നും കഴിയില്ല. ആ മരത്തിൻ്റെ ചില്ലയിലിരിക്കണ്ട ഇവനാണ് ആള്. ഒരു നേരെ നിങ്ങൾക്ക് കാണണമല്ലോ, അതാണ് ആൾ, നമ്മളെ കഥാപാത്രം അതാണ്. സമയം 5 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഒത്തുന്നൊക്കെ ഉണ്ട്, മീൻ കിട്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ഞാൻ എൻ്റെ പരിപാടി നമ്മളുടെ ടൂൾ എടുക്കുന്നു, വിറകുണ്ടാക്കണം. അപ്പോൾ ഇതിൽ ഈ പറ്റിക്കൂടെ ഉള്ളൂ നമുക്കുള്ള വിറകിൻ്റെ ഓപ്ഷൻ. നമ്മൾ ഇന്നും തന്നെ പൊള്ളിക്കാണ്, പക്ഷേ എങ്കിൽ മീനാണ്, അല്ല ചിക്കനല്ല. അപ്പോൾ അവിടെ വലിയ കനൽ വേണമെന്നില്ല. ചുള്ളിക്കൊമ്പുകൾ നമുക്ക് വിറക്. ചുള്ളിക്കൊമ്പുകളൊക്കെ ഇവിടെ ഇതിന് മുമ്പ് പാചകം ചെയ്ത ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ ഇലയിൽ ചവിട്ടിയിട്ടേ വഴുക്കുന്നുണ്ട്. അപ്പോൾ ചുള്ളിക്കൊമ്പ് നമുക്ക് അത്യാവശ്യമായി. ഇത് മതി നമുക്ക് കത്തിക്കാനേ, തുടക്കം കത്തിക്കാനുള്ളത് ഇതായിട്ടുണ്ട്. എന്താ പൊട്ടലല്ലേ. ഓക്കെ, ഇനി കാട്ടുകയറാം. പാമ്പിനെ മാത്രം പേടിച്ചാൽ മതി മക്കളെ, വേറെ ഒന്നും പേടിക്കണ്ട. അണലി, വട്ടക്കൂറ, മൂർക്കൻ, കരിമൂർക്കൻ തുടങ്ങിയ എല്ലാവിധ ഐറ്റംസ് സാധനങ്ങളും ഉണ്ടാവും. ശ്രദ്ധിക്കണം നന്നായിട്ട്. ഓ, ഇത് ചേരാണോ? ഇത് തേരിൻ്റെയാണ്. ഇത് നമുക്ക് വേണ്ട. ഇത് ചിലപ്പോൾ നമ്മൾ കത്തിച്ചാൽ നമ്മുടെ മേലിൽ, എനിക്കിതുവരെ പൊള്ളിയിട്ടില്ല, പക്ഷെ പൊള്ളാൻ സാധ്യതയുണ്ട്. എന്ത് വിശാലമായ സ്ഥലമല്ലേ, നല്ല വിശാലമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു കൊമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. വാ, ഒരു കൊമ്പ് അപ്പം നമുക്ക് നല്ല കിട്ടിയേട്ടാ. ഇതിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാട്ടാ. ഈ കൊമ്പൻ്റെ അവസ്ഥ ഇത്
ആ ഓ ഉറുമ്പ് പിടിച്ചാത്തുമെന്ന് ചെതലാ ഉറുമ്പ എന്താ കടിച്ച് എൻ്റെ മക്കളെ അടിപൊളി കൊമ്പ് ഇതൊരു അടിപൊളി കൊമ്പാ നല്ല കാനുള്ളൊരു മുട്ടിയാണ് ഇതൊക്കെ കത്തി കിട്ടിയാണല്ലോ പൊള്ളിക്കാനല്ലേ കരുതിലൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതൊക്കെ നിങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഫോറസ്റ്റ് വക്കിൽ ഒരു പുഴക്കരയിൽ കിടന്നിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഏതായാലും വിറകൊക്കെ റെഡിയാണ്. വിറകൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം കനുള്ള തന്നെയാട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇങ്ങനെ പിടിച്ചാൽ കിട്ടും കച്ചില്. വീയരുത് വീയരുത് വീയരുത്. ഓക്കെ ഓക്കെ. അയ്യോ കൈ കടഞ്ഞിട്ട് ഈശ്വര ഈശ്വര. അയ്യോ അയ്യോ ഹൊയ്യ ഹൊയ്യ ഹൊയ്യാരേ മക്കളെ. ചൂണ്ടിലെടുക്കുക, നമ്മൾ മേലേക്ക് കയറുക. അപ്പോൾ സമയത്ത് എന്താ ചോദിച്ചാൽ 5:15 നമുക്ക് അവിടുത്തെ വിറകും കൂടി ഉണ്ട്, അവിടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കല്ല, മേലേക്കൊക്കെ മേലെ കൊണ്ടുപോകണം. അപ്പോൾ ഇതിനേക്കാളും നല്ല ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ തോന്നുന്നു ഇവിടെ നമ്മുടെ ടെൻറ്റ് കറക്റ്റായിട്ട് കൊള്ളും. ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ടെൻറ്റ് കൊള്ളും. കിടത്തം ഇങ്ങനെയാക്കാം, തലഭാഗം അങ്ങോട്ടും കാൽഭാഗം അങ്ങോട്ടും. ഇവിടെ കുറച്ച് പുല്ലും കുറവാണ്, അപ്പം ഞാൻ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടാ. പുല്ല് കുറവാന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മുള്ളുണ്ട് ഇവിടെ, അപ്പോൾ ഒരു മുള്ളു മാത്രം മാറ്റിയാൽ മതി. ഇതിന് മുമ്പ് നമ്മൾ കിടന്ന സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ പുല്ല് വെട്ടണം. പിന്നെ മാത്രമല്ല എന്നും ഒരു സ്ഥലത്ത് തന്നെ കിടക്കണ്ടല്ലോ. അതിന് പറ്റുന്ന പോലെ ഇവിടുത്തെ പുല്ലുകളൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയ വലിയ പുല്ലുകളൊന്നും ഇല്ല. ടെൻറ്റ് വിരിച്ചു നോക്കാൻ പറ്റും. ഫ്രണ്ട് ചെയ്ത് നോക്കാൻ നോക്കണം. പുഴയിൽ കിടക്കാൻ വേണ്ടിയിട്ട് പേടിയായിട്ടില്ല, നമുക്കവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല, അതുകൊണ്ടാ. എനിക്ക് ഈ ടെൻറ്റ് ഫസ്റ്റ് ഇട്ടെന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ ഇടേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ഒരു ടെൻറ്റ് ഇടാൻ എത്ര കണ്ട് സുഖമുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഭയങ്കര ഇത് പെട്ടെന്നുണ്ട് ഈ പരിപാടി. ഇത് ഇതിൻ്റെ ടെൻറ്റ്, ആ ഒരു ചെറിയ ടെൻറ്റ് ഇടുന്ന അത്ര കണ്ട് പണി തന്നെ ഇതിനേ ഉള്ളൂ. എന്താ ടെൻറ്റായി. ഇനിയിപ്പോൾ ഉള്ളത് എന്താ, ഇതിൻ്റെ 4 ക്ലിപ്പ് ഒന്ന് വലിച്ചിടണം, ക്ലോത്തും ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പരിപാടിയൊന്നും ഇല്ല ഇനി. എന്താ ഇങ്ങനെ അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ അല്ലേ? ടെൻറ്റ് റെഡിയാണ്. ടെൻറ്റ് നമുക്ക് അടച്ചിടണം. പിന്നെ ഇത് പുല്ലൊക്കെ കുറച്ച് വെട്ടിയിട്ടല്ലേ ഉള്ളൂ. കയമ്പ ഉണ്ടാവുക, കിടക്കുമ്പോൾ അറിയുള്ളൂ. നമ്മളിന്ന് ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, വിറക് കൊണ്ടുവരിക, ഒക്കെ കൊണ്ടുവന്ന് വെക്കണം. അതുപോലെ തന്നെ അടുപ്പും വേണം നമുക്ക്. അപ്പം ഇനി അത്രയും പരിപാടികളാണ്. പുഴക്കരയിലുള്ള ആ 2 കല്ലുണ്ടല്ലോ, ആരോ അടുപ്പുണ്ടാക്കി അതും കൊണ്ടുവന്നിട്ടുണ്ട്. കൊയങ്ങ ഈ വിറകും ബാഗും കല്ലും ഒക്കെ പാടെ കൊണ്ടുവന്നപ്പോഴേക്ക്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മളുടെ മീൻ നമുക്ക് മസാല കയറ്റി പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നെട്ടറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മീൻ. നെട്ടറാകുമ്പോൾ എന്താ വെച്ചാൽ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മീനാണ്. എന്താ നല്ലൊരു അടാറ് കുട്ടാപ്പൂവിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൂപ്പർ സാധനമാണ്. ഇല്ല, അത്യാവശ്യം എല്ലാം വലുപ്പമുള്ള, നമുക്ക് ഒരാൾക്ക് പാകം പോലെ മതിയാവോളം തിന്നാൻ പറ്റുന്ന ഒരു നെട്ടറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കയ്യിൽ വെച്ച് നോക്കുകയാണെങ്കിൽ
ഇത്ര ഉണ്ട് വലുപ്പമുണ്ട് ഈ സാധനത്തിന്. ഓക്കെ, ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് ബ്ലഡ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക്, മനസ്സിലല്ലേ? ഇത് ഇല്ല കേട്ടോ, ഇത് ബ്ലഡ് അല്ല, ഇതിൻ്റെ ചോപ്പ്, ഇതിൻ്റെ ആ കളറാണല്ലേ, ഞാൻ ബ്ലഡാണ് എഴുതി, ബ്ലഡല്ല. ഇതിപ്പോൾ ഞാൻ പോയിട്ട് വെട്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു വാഴയുടെ ഇലയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുള്ള മസാലയാണ്. ഈ മസാല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവതിന് ശേഷം പിന്നെ കുറച്ച് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മുടെ മസാലകളായിട്ടുള്ള ഉപ്പ്, മല്ലി, മുളക് പോലത്തെ പൊടികൾ ഇട്ടു. മീൻ മസാല ഉണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഈ സാധനം ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഞാൻ അതെടുത്തിട്ട് ജാറിലിട്ട് അടിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി കുഴമ്പ് രൂപത്തിലേക്കാക്കി, അതായത് മസാല രൂപത്തിലേക്കാക്കി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യണ മസാല. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നതിൻ്റെയൊക്കെ മിക്സി കാര്യമൊന്നുമില്ല, അരയ്ക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് അത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം നമ്മൾ. അതായത് ഈ എണ്ണയിലിട്ട് ഇത് വാടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം, വളരെ ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും. എന്നിട്ട് നേരെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പേസ്റ്റായിട്ട് കിട്ടും. ഓക്കെ, ആ സാധനമാണ് നമ്മളിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാണല്ലോ, കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊക്കെ മസാല ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉൾഭാഗം കണ്ടങ്ങൾ മോനെ ഞാൻ പൊളിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ്, കുക്ക് ചെയ്യാനല്ല, ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഈ ഒരു സാധനം ഞാൻ ഗ്രില്ല് ചെയ്തില്ല, ഫിഷ്. എന്നോട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു പരിപാടിക്ക്. പക്ഷേ എനിക്ക് അന്നൊന്നും കൂടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുകയാണ് ഈ ഒരു മസാല. ഇത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അസ്ലമാണ് എനിക്ക് പറഞ്ഞത്. അസ്ലം നല്ലൊരു ഭണ്ടാരിയാണ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നെറ്റാണെങ്കിൽ നീ ഇത്തരത്തിൽ മസാല ഉണ്ടാക്ക്, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിനക്ക് വീഡിയോക്ക് ഒരു കളർ മാത്രം മതിയെങ്കിൽ ഉപ്പും മല്ലി മുളക് മാത്രം ഇട്ടാൽ മതി, നിനക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നീ ഒരു ടൈപ്പ് പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ മസാല തയ്യാറാക്കിയെടുത്തത്. അസ്ലം എന്ന് പറയുന്നത് അവന് വിദേശത്തൊക്കെ, അതായത് സൗദി അറേബ്യയിലൊക്കെ നല്ലൊരു കുക്കാണ്. ഭണ്ടാരി നമ്മൾ പറയില്ലേ, ഭണ്ടാരിയാണ്, നല്ലൊരു ഭണ്ടാരിയാണ്. അപ്പോൾ അവനൊക്കെ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനോടൊക്കെ പോയിട്ട് ചോദിക്കുന്നത്, എടാ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മസാല കയറ്റി ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അവൻ പ്രത്യേകം പറഞ്ഞ കേസുണ്ട്, തലഭാഗത്ത് ഈ മസാല കാര്യമായി പിടിക്കില്ല. അപ്പം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് കനത്തിലിട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു തല നിനക്ക് തിന്നാൻ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത്. എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേങ്കിൽ അത്ര കണ്ട് മടിയനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി കുക്കിങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറും. പക്ഷെ എന്നാൽ എനിക്കൊരു അവസരം നിർബന്ധമായിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്താൽ നടക്കുള്ളൂ എന്നുള്ളൊരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ഞാൻ തന്നെ കുക്ക് ചെയ്യും. അത് എനിക്ക് മാക്സിമം ഇഷ്ടാവലുണ്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കും ഇഷ്ടാവലുണ്ട്. ഇത് ചെറുനാരങ്ങയാണ്, ഇതൊന്ന് പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞായിരുന്നു. ഇതിനാണ് ഈ നീര് കുറച്ച് കുറവായിട്ട് ഈ നാരങ്ങയ്ക്ക്. ഓക്കെ, ഇവനെ അടച്ചു വെക്കാം. അതിന് ശേഷം നമ്മളുടെ ഈ ഒരു വായിലുണ്ടല്ലോ, ഇതിൻ്റെ നടുങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് ഇങ്ങനെ മടങ്ങും. അടിപൊളി. പുറത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല, അപ്പം നമുക്ക് ടെൻറ്റിനകത്തേക്ക് തന്നെ വെക്കാം. നീരൊലിക്കാതെ വേണം നമ്മൾ വെക്കാൻ. ഈ ലൈറ്റ് പോകുമ്പോഴേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ വെച്ചാൽ, നമ്മളുടെ ഗ്രില്ല് സെറ്റ് ചെയ്യേണ്ട ഒരു അളവെടുക്കുക എന്നുള്ളതാണ്. ചെങ്ങന്മാരെ സമയം ഒരുപാടായി. അപ്പം ഞാൻ നൈസായിട്ട് ക്യാമ്പ് ഫയർ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പ് ഫയർ അത് മര്യാദയ്ക്ക് കത്തണില്ലേ, കത്തിയിട്ട് കാണിക്കാന്ന് കരുതുമ്പോൾ മര്യാദയ്ക്ക് കത്തി തരണ്ടേ. ഓ, പന്നി ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വച്ചേക്കണ്. ഏതാണ്ട് ആ ഒരു വിങ്ങുന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. സൗണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പാഞ്ഞു വരുന്ന മാതിരിയായിരുന്നു. ശരിക്കും അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഞാൻ അതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പം നിങ്ങളെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക്
സൗണ്ട് കാറ്റുണ്ടോ അല്ലേ ഇല്ലല്ലോ. ഈ കഴുകുമ്പോൾ ഞാൻ 2-3 ഷോട്ടൊക്കെ എടുത്താറും. അത് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഓട്ടോറിക്ഷയാണ്. നമ്മൾ വണ്ടി കുറച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പം ഇതിനെ കാലിൻ്റെ തൊട്ട് കൂടെ ഒന്ന് അടിച്ചു നോക്കാം, ഇവിടെ വല്ല പാമ്പുണ്ടോ എന്നുള്ളതൊക്കെ. നമ്മളുടെ മീൻ നമ്മൾ മസാല കയറ്റി വെച്ചിട്ട് സമയം കുറച്ചായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി നേരം നിൽക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പണി എന്താ വെച്ചാൽ, നമുക്ക് മെയിനായിട്ട് കനൽ വേണമല്ലോ. പ്രധാനപ്പെട്ട കനൽ കിട്ടണമെങ്കിൽ ഈ കത്തി എടുക്കണം. ഇതൊരു വേരാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കൊത്തി കീറാൻ പറ്റിയാൽ ഭയങ്കര സുഖമാണ്. ആഹാ, ഇതന്നെയാണ് വേണ്ടത്. ഈ റേഞ്ച് പീസ് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ആയിട്ട് കനൽ കിട്ടും. മനസ്സിലായില്ലേ? ഓ ഓ ഏത് മുറിയില്ലടാ, നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ആവശ്യാനുസരണം കത്തി കത്തി അങ്ങനെ പോയിക്കോളും. അല്ലാണ്ട് കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് പിടിച്ച് വരുന്നല്ല. ഈ ഒരു പാട്ടിന് ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളുടെ തോന്നലിൽ തുള്ളുവാണ്. കനലിങ്ങനെ ഏറെക്കുറെ ആയിട്ടുണ്ട്. നമ്മുടെ ബോഡി ബാബ് വെച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം ആളുകളൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. അതായത് ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടെ പിന്നെ ഈ പുല്ല് ചെറിയ പുല്ലാണ്. ആ ഭാഗത്തെ പേടിയുള്ളൂ. ആ ഒരു ഭാഗത്ത് പേടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ഭാഗത്തു നിന്നാണ് പുഴ, ആ ഭാഗത്താണ് ഫോറസ്റ്റ്, ആ ഭാഗത്താണ്. ആ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എഞ്ഞ് വരും എന്നുള്ള പേടിയുള്ളൂ. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കാം. അത്യാവശ്യം നല്ല എണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ തലയിലേക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ നെറ്റിയിലൂടെയൊക്കെ ഒലിച്ചു വരും, അത്ര കണ്ട എണ്ണ. ഇവൻ അത്യാവശ്യം പുരട്ടി കൊടുക്കണ്ട ഗ്രില്ലിൽ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം കനലായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു രണ്ട് ചെറിയ കൊള്ളിയും കൂടി കത്തിക്കഴിഞ്ഞാൽ സീനില്ല. നമുക്ക് നമ്മുടെ മീൻ, നമ്മുടെ നെട്ടർമോനെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കണം. മക്കളെ, നമ്മളെ നെട്ടർ ഹൈവാനൊക്കെ അങ്ങോട്ട് മസാലയോട് കയറിയിട്ട് ഇങ്ങോട്ട് പറയാം. ഓഹോ, എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ കുക്കിംഗ് പരിപാടി നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഫിഷ് ഗ്രില്ലിംഗ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ് നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്കിതിനെ ഇങ്ങനെ തന്നെ കയറ്റി പിടിപ്പിക്കാം. ഓക്കെ, ഈ ഒരു സാധനം ഞാൻ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. അവർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തു തരും. പൊള്ളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊള്ളിക്കാനുള്ള വിഭവത്തിൽ ഇതിനെ കട്ട് ചെയ്ത് തരും. ഇപ്പം എൻ്റെ കയ്യിലൊക്കെ മസാല ആയിട്ടുണ്ട്, എണ്ണ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകണം. ഒന്ന് കഴുകട്ടെ കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ, മലർക്കൊടി അവൻ്റെ അമ്മോ, എന്തായി മറിച്ചിടാനുള്ള ടൈം ആയിട്ടുണ്ടല്ലോ. അസ്ലം എന്നോട് പറഞ്ഞിട്ട് വെച്ചാൽ 4 മിനിറ്റ് മാക്സിമം, എന്നിട്ട് മറിച്ചിടുക. കാരണം ഇങ്ങനത്തെ ഗ്രില്ലായതുകൊണ്ട്. അല്ലാതെ 2 ഭാഗം തിരിക്കാൻ പറ്റുന്ന ഗ്രില്ലാണെങ്കിൽ വലിയ സീനില്ലടാ. പക്ഷേ എൻ്റെ ഗ്രില്ല് സീനാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചൂട്, പെരും ചൂട്. ഇതെന്താ പറഞ്ഞെന്ന് വെച്ചാൽ മറിച്ചിടണം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് മറിച്ചിടാം. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അവിടെ കടന്ന് വേഗട്ടായി. അവൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കരിയാൻ വേണ്ടിയിട്ട് പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റും കിട്ടില്ല, പിന്നെ നിനക്ക് ഹെൽത്തിനും പ്രോബ്ലം ആയതുകൊണ്ട് കരിയാതെ വേണം നീ നോക്കുക. എൻ്റെ പിള്ളേർ കൊതുക് കയറും വല്ലാത്ത.
നമുക്കൊന്ന് പുഴക്കരയിലേക്ക് പോയി നോക്കിയാലോ? ആ പാറമേക്ക് ഇവിടുന്ന് ഒരു 30 മീറ്റർ ദൂരം. മീനിവിടെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒന്നും ആയില്ല. ഇത് ഈ ലെവലിൽ കിടക്കട്ടെ. നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. മാക്സിമം നമ്മൾ ലൈറ്റ് അടിച്ച് തന്നെ പോകുന്നത്. പക്ഷെ ലൈറ്റ് അടിച്ചാൽ ഉള്ളവർ പോവും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. ഈ കാണുന്ന വഴിയാണ് നമുക്ക് പുഴയിലേക്ക് പോകുന്ന വഴി. കുറച്ച് നടക്കാണ്ട്. ഞാൻ ക്യാമറ ഓഫ് ആക്കൂല ആ നേരം വരെ. നമ്മുടെ ടെൻറ്റ്, നമ്മുടെ വണ്ടി കാണുന്ന റേറ്റ്, നമ്മുടെ വണ്ടി എല്ലാം ഓക്കെ അല്ലേ? ഈ ഒരു പുഴ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്യാമ്പിങ് വീഡിയോയിൽ, കഴിഞ്ഞതിലല്ല അതിന് മുന്നത്തെ ക്യാമ്പിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഈ പ്രേതവും പിശാചും ചെകുത്താനും ഒക്കെ ഉണ്ടായതുകൊണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഇതിലല്ലേ പോയി ആളുകളാണല്ലോ നമ്മളെല്ലാവരും. മഞ്ഞെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഴി ഉണ്ടാവുന്നേ, അതിലേക്ക് കയറുന്നത്. ഈ ഒരു കുഴി എന്ന് പറയുന്നത് കിണർ കുത്തിയതാണ്, പക്ഷേ എങ്കിൽ വെള്ളം കണ്ടില്ല. അപ്പോൾ ഉണ്ടല്ലോ കേട്ടോ, നമ്മളിനി പോകുന്നത് ഒരു സംഭവ ഏരിയക്കാണ്. ലൈറ്റ് ഉണ്ടായിക്കോട്ടെ, കാരണം പാമ്പുണ്ടാവും. അതുകൊണ്ടാണ്. മുന്നിലാരുമില്ലല്ലോ, നമ്മൾ നല്ല ശ്രദ്ധിക്കണം. മനസ്സിലായല്ലേ? ഓക്കെയാണ്. ആരെല്ലാം ഉണ്ടോ? ഹലോ, അതാണ് പാറ കേട്ടോ. അമ്മേ, ഇതെന്താ സൗണ്ട്? എന്താ? ഇല്ലല്ലോ. ഉണ്ടോ? മലയാളിക്ക് ഉണ്ടെങ്കിൽ ഏതോ പക്ഷി പാറിയതാണ്. അവിടെ ഇപ്പോൾ ഉണ്ട്. ഇതാ, വവ്വാല. ഓളെ കണ്ട നന്നായി. ഇല്ലെങ്കിൽ ഞാനത് പേടിച്ചാണ്. എന്നാൽ ശരി, ഞാൻ പോട്ടെ. ഞാനിപ്പോൾ കേൾക്കൊന്നുമില്ല, വെറുതെ ജസ്റ്റ് വന്നതാ. അവിടെ ആ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ക്യാമ്പ്. ഓക്കെ, ബൈക്കിലായിട്ടുണ്ടോ ഈ വവ്വാലുകളെ? വവ്വാലുകളാണ് പ്രശ്നം. നമ്മുടെ മീനായാലും കൊണ്ടോ വല്ല കുറുനരി ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പിന്നെ പറഞ്ഞില്ല തന്നെ ഉള്ളൂ. കാര്യം കുറേ നേരമായി. ഇതിൻ്റെ ഒച്ചാണോ, അട്ടയാണോ ഒച്ചാണോ? ഒച്ച് ഞാൻ കണ്ടില്ലേ കുറേ നേരമായി. ഒച്ചാണതേ. കുറച്ച് നേരത്തെ തോന്നി. ഇത് ചിക്കൻ പൊള്ളിച്ചതിൻ്റെ അപ്പുറമായിക്കണല്ലോ. നോക്കാം നമുക്ക്. ഒച്ചൊക്കെ നല്ല ഉണ്ടാവും ഇവിടെ. ഞാൻ ഒരു വട്ടങ്ങളെ മറിച്ചിടുന്നത് കാണിച്ചതാണ്. രണ്ടാമത്തെ മറിയാണ് ഈ ഒരു മറി കേട്ടോ. എന്താ വെച്ചാൽ ഈ കരിയാൻ പാടില്ല. കരിയാതെ മാക്സിമം നമുക്ക് കരിയാതെ കിട്ടണം. അങ്ങനെയെങ്കിൽ ഗ്രില്ലുമ്പോൾ തൊടാൻ വേണ്ടി കഴിയില്ല നമുക്ക്. അപ്പം ഞാൻ നൈസായിട്ട് ഗ്രില്ലോട് കൂടിയിട്ട് അങ്ങോട്ട് പൊക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. സോറി. പൊക്കിയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇല വേണം. ഇതൊക്കെ ഞാൻ കഴുകി വെച്ചതാട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഒരു ഇലയാണ് ഞാൻ വെട്ടിയിരുന്നത്. ആ ഒരു ഇല ഫുള്ളായിട്ട് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് ഇങ്ങനെ ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്യാമ്പ് ഫയർ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കേൾക്കുന്ന സൗണ്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും പേടിക്കല്ലടാ, നൊണ്ണ പറയല്ലടാ എന്നൊക്കെ. ഇപ്പോൾ എൻ്റെ ഈ പുള്ളിക്കിൽ എത്രത്തോളം റെഡി ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഇവനൊന്ന് എൻ്റെ മക്കളെ വേറെ ലെവലായിട്ടുണ്ടല്ലേ. ഉണ്ടോ? ഇപ്പാണ് സാധനം തേറ്റിങ്ങൾ. എൻ്റെ മക്കളെ, ഈ കാണുന്ന സൈഡ് ഫുള്ളായിട്ട് ഈ സാധനത്തിന് ചൂടിപ്പോൾ അറിയില്ല കേട്ടാ. എന്താ
ഇത് വെറും ഇറച്ചിയാണ്. ഇറച്ചി എന്നൊക്കെ പറഞ്ഞാല് ചെറിയൊരു മുള്ളരുണ്ട്. ആഹാ, ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക്. മസാനളയാ നെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് എല്ലാവരും പറയാറുണ്ട്, ഇത് നീ ചിക്കൻ്റെ പകരം നീ ഇതൊന്ന് ട്രൈ ചെയ്യുന്നുള്ളത്. കൊരങ്ങന്മാര് ആ ചിക്കനൊക്കെ ബാക്കിൽ വെക്കും. അതാണ് നെട്ടർ. അവൻ്റെ പോന്നട നമുക്ക് കഴിക്കണം, ഫുള്ളായിട്ട് കഴിക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. ഇപ്പം ഈ ചൂട് കൊടുക്കും തിന്നാല് എന്താ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഓഹ, അടിപൊളി ജ്യൂസി അല്ലേ ഇതിൻ്റെ കൊണ്ടാട്ടി. അപ്പം നമ്മൾക്ക് അവൾ തന്നിട്ടുള്ളത് ഈ ഒരു ഗോതമ്പ് ദോശ. 1 2 3 4 ഗോതമ്പ് ദോശ. അതിലൊരു ഗോതമ്പ് ദോശ ഇങ്ങനെ എടുക്കുക, ഒരു പൊട്ടി പിരിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ മാറിയിട്ട് നമ്മുടെ ഒരു മീനുണ്ടല്ലോ, എടാ ഇത് നമ്മൾ മറ്റേ ചിക്കനൊക്കെ ചൂടുമല്ലോ അതിനേക്കാൾ പെർഫെക്റ്റാണ് ഈ സാധനം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഭയങ്കര കോമ്പിനേഷനാണ് സത്യം. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ട് പറയാണ്, ഭയങ്കര കോമ്പിനേഷനാണ് ഈ ഒരു എന്താ പറയുക ഗോതമ്പ് ദോശയും നെട്ടറും പൊള്ളിച്ചത്. ഭയങ്കര കോമ്പിനേഷനാണ്. ഇത് എല്ലോട് കൂടിയിട്ടുള്ളതാണ്. മറ്റേ പീസ് അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ മാന്തി പൊളിച്ചാണ്. അല്ലാത്ത പീസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് സാധനം. നെട്ടൻ്റെ വാലേരിയാണ് ഞാൻ പിച്ചെടുത്തിട്ടുള്ളത്. ഹെവി 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 ഹെവി. ഇതിലേക്ക് നമ്മളൊരു പീസ് ദോശയും വെച്ചിട്ട് ഇതിൽ ചിക്കന് നമുക്കൊരു ദിവസം വീട്ടിൽ പൊള്ളിക്കണം. അവർക്ക് ചിക്കനാണോ ഇഷ്ടപ്പെടുന്നത് ഇതാണോ ഇഷ്ടപ്പെടുന്നത് അറിയില്ലല്ലോ. പക്ഷെങ്കിൽ തലഭാഗത്തിൽ വല്ലാതെ നമുക്ക് മാംസമൊന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട് നെട്ടറേ. പക്ഷെങ്കിൽ ഉള്ളത് എഴുപടുക. ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഇല ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കത്തൊന്നുമില്ല, അതെങ്ങനെ പുകയും അത്രേ ഉള്ളൂ. അപ്പം ചെങ്ങന്മാരെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗൊക്കെ വിരിച്ച് ഞാനങ്ങനെ കിടക്കാനുള്ള പരിപാടി നോക്കി കിടന്നു. ശബ്ദങ്ങൾ ഞാൻ പലതും കേൾക്കുന്നുണ്ട്, അതൊക്കെ രാവിലെ പറയാം. എന്തായാലും കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ടെൻറ്റിൻ്റെ മേലെ മറ്റേ മഞ്ഞ് കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഇടുന്ന ആ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ല. അത് ഇടാതെയാണ് ഞാൻ കിടക്കുന്നത്. രാവിലെ കാണാം. ഒരുപാട് വൈകിയ 6:52 നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. കുറച്ച് ലേറ്റ് ആയിട്ടാ. കിളികളുടെ ശബ്ദമൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, സേഫാണ്. കാലത്തന്നെ നേരം വെളുക്കുകയാണല്ലോ. ലോകവസാനമായോ? ഓ മൈ ഗോഡ്. അങ്ങനെ വീണ്ടും ഒരു പുലരി. വാവ്, അടിപൊളി. ഇറങ്ങി നോക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾക്കൊന്ന് പുഴക്കരയിലോട്ട് പോയി നോക്കാം. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. സംഭവം 7 മണി ആയിട്ടുണ്ട് ഇപ്പോൾ.
7 മണി ഇത്ര ലൈറ്റ് ആയിട്ടൊക്കെയാണ് ആൾ വരുന്നത്. എന്താ ചെയ്യുക, ക്ലൈമറ്റിന് പാടത്തൊക്കെ നല്ല പുല്ലിലൊക്കെ നല്ല മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലിലൊക്കെ മഞ്ഞാവുന്നുണ്ട്. കൊള്ളാം. എന്തായാലും നമ്മൾ കിടന്നുറങ്ങിയത് ഇവിടെയായിരുന്നു. നമ്മുടെ ടെൻ്റ് ഉണ്ട് അവിടെ കിടക്കണം, നമ്മുടെ വണ്ടി ഉണ്ട് അവിടെ കിടക്കണം. വാ, ഞാൻ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്ലീപ്പിംഗ് ബാഗിലാക്കിയിട്ട് കിറ്റിലാക്കിയിട്ട് കൊണ്ടുപോവാണ്. ഇതിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അയ്യോ, വീയാതെ നോക്കണം. പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾ നല്ലതായിട്ടുണ്ട്. പുഴയിൽ സൈലൻ്റ് ആണ് കേട്ടോ, പുഴ സൈലൻ്റ് ആണേ. മൈ ഗോഡ്, വാവ്, ഫാന്റാസ്റ്റിക്. അപ്പോൾ പുഴയിലെ കാഴ്ചതാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പുഴ കിടക്കുന്നത്, വളരെ സൈലൻ്റായിട്ട്. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന രീതിയാണല്ലോ. ഞാൻ രാവിലെ കുളിക്കണം എന്ന് കരുതിയതാ, പക്ഷേങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് അതിനുള്ളൊരു മൈൻഡ് വരുന്നില്ല. പാകത്തെ മധുരം പാകത്തെ കടുപ്പം എന്താ. അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്ന അനുഭവം, രാത്രി ഞാൻ കിടക്കുന്ന നേരത്ത് അപ്പോൾ പോലും നമ്മൾക്ക് കേട്ടിരുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഈ പക്ഷികൾ തന്നെയാണ്. അതായത് അവരുടെ മൂളലും മുറുകലും ഒക്കെ ആയിട്ടുള്ള ചിറകടിക്കുന്ന ശബ്ദം, അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടായിരുന്നു. എന്നെ രാവിലെ ഉണർത്തുന്നതും അവർ തന്നെയാണ്. അവരുടെ ഈ ശബ്ദങ്ങൾ രാവിലെ അവർ വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കിയിരുന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത്, മനസ്സിലായില്ലേ. പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ കൂട്ടിലാണ്, അവരുടെ കൂടാണത്. ഈ ഒരു കൂടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. വല്ലാത്തൊരു അനുഭവം. അവരുടെ കൂടിനെ ഉദ്ദേശിച്ചത് ഈ ഒരു കാടിനെയാണ് കേട്ടോ. കേൾക്കണ്ട, കുട്ടർ കുട്ടർ. ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുന്നത്, ആ ഒരു പക്ഷിയെ പറയുന്ന പേര് കുട്ടൂർണ്ടൻ എന്നാണ്. കുട്ടൂർണ്ടൻ, കുട്ടൂർണ്ടനാണ്. അതേപോലെ തന്നെ സൗണ്ട് ഉണ്ട്. കാടിന്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സൗണ്ടാണ്, ഒരു മുറുകണ മാതിരി. അതൊക്കെ വന്മാരുണ്ടാക്കുന്നതാണ്. ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫറൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല രസിക്കാറില്ലേ, വൈൽഡ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി. വാവ്, കാടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതുപോലെ തന്നെ ഇവയൊക്കെ കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ശാന്തകാരം. അപ്പോൾ ചങ്ങന്മാരെ ഞാൻ പുഴയിൽ നിന്നും വന്നു. ഞാൻ ഈ ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് മടക്കി പാക്ക് ചെയ്യട്ടാ, എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. സമയം 7:23. ഓക്കെ. അപ്പോൾ ചങ്ങന്മാരെ ബാഗ് റെഡി. ടെൻ്റൊക്കെ മടക്കിയിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് എഴുതി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്നാൽ പിന്നെ ഈ ഒരു സ്ഥലത്തോടും വിട പറയുവാണ്. ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സ്ഥലം. ഓക്കെ.